ഒരു ദിവസം ചിന്നൻ എലി മാളത്തിൽ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ കൃഷിക്കാരനും ഭാര്യയും ഒരു പൊതിയുമായി തോട്ടത്തിലേക്ക് വരുന്നത് കണ്ടു. തിന്നാൻ വല്ലതുമായിരിക്കും. ചിന്നൻ സന്തോഷിച്ചു. എന്നാൽ പൊതി തുറന്ന് അവർ ഒരു എലിക്കണി പുറത്തു വെച്ചപ്പോൾ ചിന്നൻ ഞെട്ടിപ്പോയി. വീട്ടുകാർ പോയി കഴിഞ്ഞപ്പോൾ ചിന്നൻ പുറത്തിറങ്ങി വിളിച്ചു പറഞ്ഞു, തോട്ടത്തിൽ എലിക്കണി വെച്ചിട്ടുണ്ട്, തോട്ടത്തിൽ എലിക്കണി വെച്ചിട്ടുണ്ട്. അത് കേട്ട് പൂവാലൻ കോഴി പറഞ്ഞു, മിസ്റ്റർ ചിന്നൻ, എലിക്കണി നിനക്ക് ഗുരുതരമായൊരു പ്രശ്നമാണ്, അത് എന്നെ ബാധിക്കില്ല. ചിന്നൻ തടിയൻ പന്നിയുടെ അടുത്തേക്ക് ഓടി. അവൻ ഭീതിയോടെ പറഞ്ഞു, തോട്ടത്തിൽ എലിക്കണി വെച്ചിട്ടുണ്ട്. തടിയൻ പന്നി പറഞ്ഞു, ചിന്ന, നിന്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട്, നീ സൂക്ഷിച്ചു നടക്കണം, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ചിന്നൻ പിന്നീട് നന്ദിനി പശുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, തോട്ടത്തിൽ എലിക്കണി വെച്ചിട്ടുണ്ട്. നന്ദിനി പറഞ്ഞു, കഷ്ടമായല്ലോ ചിന്ന, നീ സൂക്ഷിക്കണം, എനിക്കിത് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. ദുഃഖിതനായ ചിന്നൻ തൻ്റെ മാളത്തിലേക്ക് പോയി. ആ രാത്രിയിൽ എലിക്കണി വീഴുന്ന ശബ്ദം കേട്ടു. വീട്ടുകാരൻ്റെ ഭാര്യ എലിക്കണിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇരുട്ടായിരുന്നതുകൊണ്ട് ഒന്നും വ്യക്തമായി കാണാൻ സാധിച്ചില്ല. കൊടിയ വിഷമുള്ള ഒരു പാമ്പിൻ്റെ വാലായിരുന്നു കെണിയിൽപ്പെട്ടത്. ഇതറിയാതെ അവർ എലിക്കണി എടുത്തപ്പോൾ പാമ്പ് അവരുടെ കയ്യിൽ കൊത്തി. അവൾ ബോധരഹിതയായി നിലത്ത് വീണു. ഭാര്യയെ കാണാഞ്ഞിട്ട് കൃഷിക്കാരൻ തോട്ടത്തിൽ വന്നപ്പോൾ അവൾ ബോധരഹിതയായി കിടക്കുന്നത് കണ്ടു. അടുത്തുതന്നെ എലിക്കണിയിൽപ്പെട്ട വാലുമായി പാമ്പും. അയാൾ ഭാര്യയെ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ഗ്രാമത്തിലൂടെ വിഷഹാരിയുടെ അടുത്തേക്ക് ഓടി. വിഷഹാരി വന്ന് പരിശോധിച്ചു. അയാൾ പറഞ്ഞു, ഭയങ്കര വിഷമുള്ള പാമ്പാണ് കടിച്ചിരിക്കുന്നത്. ഒരു കോഴിയെ കൊണ്ടുവന്ന് അതിൻ്റെ കഴുത്ത് മുറിച്ചിട്ട് പാമ്പിൻ്റെ കടിയേറ്റ ഭാഗം ചേർത്ത് പിടിക്കണം. കൃഷിക്കാരൻ ഉടനെ തന്നെ പൂവാലൻ കോഴിയെ പിടിച്ചുകൊണ്ടുവന്നു. വിഷഹാരി അവൻ്റെ കഴുത്ത് മുറിച്ച് പാമ്പിൻ്റെ കടിയേറ്റ ഭാഗത്ത് ചേർത്ത് വെച്ചു. പക്ഷേ ഭാര്യ അബോധാവസ്ഥയിൽ തുടർന്നു. വിവരമറിഞ്ഞ് ദൂരെ നിന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തി. അവർക്ക് ഭക്ഷണത്തിനായി കൃഷിക്കാരൻ പന്നിയെ കൊന്നു കറി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കൃഷിക്കാരൻ്റെ ഭാര്യ മരിച്ചു. ഭാര്യയുടെ 16 അടിയന്തിരത്തിന് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അയാൾ നന്ദിനി പശുവിനെ കൊന്നു. ചിന്നനെലി തൻ്റെ മാളത്തിൽ നിന്നും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. വേറൊരാളുടെ പ്രശ്നം തന്നെ ബാധിക്കില്ലെന്ന് വിചാരിച്ചിരുന്നവരെല്ലാം അപകടത്തിലായി. സമൂഹത്തിലെ ഒരു പ്രശ്നം എല്ലാവരുടെയും പ്രശ്നമാണ്. അത് കണ്ടില്ലെന്നും നടിക്കുന്നവർ ശരിയായ സുഹൃത്തുക്കളല്ല.